മനഃപൂർവ്വം വാഹനാപകടമുണ്ടാക്കി ഒരാളെ കൊലപ്പെടുത്തുക സിനിമാ കഥയൊന്നുമല്ല, ഏതെങ്കിലും വിദൂര നാട്ടിലുമല്ല, നമ്മുടെ കേരളത്തിൽ, അതും ഏറ്റവും കുറവ് കുറ്റകൃത്യങ്ങൾ നടക്കുന്ന വയനാട്ടിൽ. അങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഇന്നലെ 6 മാസം പൂർത്തിയായി. ചുണ്ടേലിലെ ഓട്ടോ ഡ്രൈവർ നവാസിനെ ജീപ്പിടിച്ച് കൊലപ്പെടുത്തിയ കേസ് ഇപ്പോൾ എവിടെ വരെ എത്തി? കേസിന്റെ പുരോഗതിയിൽ നവാസിന്റെ കുടുംബം തൃപ്തരാണോ? കാണാം. 2024 ഡിസംബർ 2 രാവിലെ 8:30 ചുണ്ടേൽ അമ്മാറ റോഡിലെ ഈ സ്ഥലത്ത് വെച്ച്, അതായത് നേരെയുള്ള ഈ റോഡിൽ വെച്ചായിരുന്നു ആ അപകടം. അപകടമല്ല, കൊലപാതകം. ചുണ്ടേൽ ടൗണിലെ ഓട്ടോ ഡ്രൈവറായിരുന്ന നവാസ ഒരു ഫോൺ കോൾ വന്നതിന് പിന്നാലെ, അതെ, ദുരൂഹമായ ഒരു ഫോൺ കോൾ, ആ ഫോൺ കോൾ വന്നതിന് പിന്നാലെ വണ്ടിയെടുത്ത ഈ റോഡിലൂടെ ചുണ്ടേലിൽ നിന്ന് അമ്മാറ ഭാഗത്തേക്ക് വരുന്നു. നേർക്ക് നേരെ കാണാവുന്ന ഈ റോഡിൽ വെച്ച് എതിരെ വന്ന താർ ജീപ്പ് ഓട്ടോയിലേക്ക് ഇടിച്ചു കയറി നവാസ് മരിക്കുന്നു. നാട്ടുകാർ അപ്പോൾ തന്നെ സംശയം പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു അപകടം ഇവിടെ നടക്കില്ല. കാരണം 2 വാഹനത്തിനും കടന്നു പോകാനുള്ള വഴിയുണ്ട്, വളരെ ദൂരെ നിന്ന് കാണാനുള്ള സാഹചര്യവുമുണ്ട്. ജീപ്പ് സുമിൽ ഷാദ് ജീപ്പ് വളരെ നേരത്തെ തന്നെ ഇതിനപ്പുറത്ത് മുസ്ലിം പള്ളിയുടെ അടുത്തൊരു ജംഗ്ഷൻ ഉണ്ട്, അവിടെ താർ ജീപ്പുമായി ഏതാണ്ട് 1 മണിക്കൂറോളം കാത്തു നിന്നു എന്നാണ് പിന്നീട് CCTV ദൃശ്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലായത്. ഞാനിങ്ങനെ പുതിയ വണ്ടി ആയതുകൊണ്ട് ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ആ പുറകിൽ 2 സ്ത്രീയായിട്ട് ഞാൻ പുറകിൽ വന്ന് ആ വരവും ഇവിടുന്ന് അടിക്കുന്ന ആ 600 മീറ്റർ ദൂരത്തു നിന്ന് കാണുമ്പോഴേക്കും വണ്ടിയെ പുറകിൽ വന്ന ഞാനാണ്. അതുകൊണ്ട് ഞങ്ങളിത് പിടിച്ച് പുറത്തേക്ക് എടുത്ത്. ഈ സംഭവം നടന്നിട്ട് ഈ ആളിതാ സെൽഫി എടുക്കുകയാണ്. ഈ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ഒരു സെൽഫി എടുക്കുകയാണ്. വണ്ടീൻ്റെ ഫ്രണ്ട് ഇതാ അതേ കണ്ടീഷനില്ലേ. ആ ഫോട്ടോ ഇത് എടുത്തിട്ടാണ് ഞാനിത് ചെയ്ത് എന്ന് ബോധിപ്പിക്കുന്ന ഒരു ഫോട്ടോ ആണ്. പിന്നെ മയക്കുമരുന്ന് ആ ഏരിയയിൽ വ്യാപകമാണ്. അതിലൊക്കെ മുൻ കണ്ണികളായിട്ട് ഇവരുണ്ട്. ഒരു ആക്സിഡന്റ് ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത സ്ഥലമാണ്, ഒരു കയറ്റമാണ് ആ പ്രദേശം എന്ന് പറയുന്നത്. ആ പ്രദേശത്തിനകത്ത് ഓവർ സ്പീഡിനകത്ത് വരേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. കൃത്യമായിട്ട് ദൂരെ നിന്നുള്ള വണ്ടികളെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഞങ്ങൾക്ക് സംശയം വന്നു, നാട്ടുകാർക്കും കുടുംബത്തിനും സംശയം വന്നു. അത് ഈ രീതിയിൽ സാധാരണ ഒരു ആക്സിഡന്റ് കേസിൽ അത് രീതിയിൽ അന്വേഷണം പോകാൻ പറ്റില്ല. സഹോദരന്മാരായ സുമിൽ ഷാദും അജിൻ ഷാദുമാണ് കേസിൽ അറസ്റ്റിലായത്. സുമിൽ ഷാദാണ് ഈ താർ ജീപ്പ് ഓടിച്ചിരുന്നത്. നവാസ് ചുണ്ടേലിൽ നിന്ന് പുറപ്പെട്ടു എന്ന വിവരം സുമിൽ ഷാദിനെ വിളിച്ചറിയിച്ചത് അജിൻ ഷാദ്. ഇവർ 2 പേരും ചേർന്നുള്ള ഗൂഢാലോചനയാണ് സംഭവത്തിന് പിന്നിലെന്നായിരുന്നു പോലീസിന്റെ ആദ്യത്തെ കണ്ടെത്തൽ. കൽപ്പറ്റ ഡിവൈഎസ്പി ആയിരുന്ന ബിജുരാജിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. CCTV ദൃശ്യങ്ങളും സൈബർ തെളിവുകളുമാണ് വളരെ പെട്ടെന്ന് പ്രതികളിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത്. സംഭവം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ പ്രതികളെ പിടികൂടിയ പോലീസിന് ഒരുപാട് അഭിനന്ദനങ്ങളും ലഭിച്ചു. സംഭവം നടന്ന 6 മാസം പിന്നിടുമ്പോൾ ആ കേസിന് എന്ത് സംഭവിച്ചു? നവാസിന്റെ കുടുംബത്തിന് എന്താണ് പറയാനുള്ളത്? ശക്തമായ തെളിവുകളുണ്ടെന്ന പോലീസ് തന്നെ വ്യക്തമാക്കിയ കേസിൽ ഇതുവരെ കുറ്റപത്രം നൽകാത്തതിൽ കടുത്ത പ്രതിഷേധത്തിലാണ് നവാസിന്റെ കുടുംബം. കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം ഇനിയും പുറത്തു വന്നിട്ടില്ലെന്നും ഇവർ പറയുന്നു. ഇതിലെല്ലാ തെളിവുകളും ശേഖരിച്ച് എല്ലാ മൊഴിയെടുപ്പും കഴിഞ്ഞ് എന്നിട്ടും ഇതുവരെ കുറ്റപത്രം കൊടുത്തില്ലാണ് നമുക്ക് തന്നെ ഒരു ഭയങ്കര അത്ഭുതം. എന്താ വെച്ചാൽ ഈ ഇങ്ങനൊരു ഒരു അപകടത്തിൽ കൂടെ ഒരു മർഡർ നടന്നിട്ട് അതിൻ്റെ ഇത്രയും അവർക്ക് ശേഖരിക്കാൻ എല്ലാ തെളിവുകളും കിട്ടി, എന്നിട്ടും അത് ഇതുവരെ ശേഖരിച്ച് കഴിഞ്ഞില്ല പറഞ്ഞാൽ ഭയങ്കര ഒരു പോലീസിൽ ഭയങ്കര ഒരു മോശമായിട്ടുള്ളൊരു ഇതാണ് വന്നിട്ടുള്ളത്. അതിപ്പം വൈത്തിരി പോലീസിൻ്റെ അടുത്ത് എല്ലാമായിട്ട് കൽപ്പറ്റ DYSP ഓഫീസിൽ നിന്നത് ഇതുവരെ കോടതിയിലെത്തിയില്ല എന്ന് പറഞ്ഞാൽ പോലീസിനെ തന്നെ ഒരു ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു ഇതാണ്. ഇതിലെന്തായാലും എന്തോ ഒരു ഇടപെടൽ നടന്നിട്ടുണ്ടെന്നവിടെ ഉറപ്പാണ്, തീർച്ചയാണ്. അല്ലെങ്കിൽ ഇത്തരം ഒരു കേസ് നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ്. കേസിലെ പ്രധാന തെളിവായ ജീപ്പ് വിട്ടു നൽകിയതിലും പോലീസിന്റെ വീഴ്ച ആരോപിക്കുകയാണ് നവാസിന്റെ കുടുംബം. പ്രതികളായ യുവാക്കളുടെ പിതാവിന് സംഭവത്തിൽ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. പ്രതികൾ ജാമ്യത്തിലിറങ്ങി. അതിലും വലിയ അത്ഭുതം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു കൊല്ലാൻ ഉപയോഗിച്ച ഒരു തൊണ്ടി മുതലാണ് വാഹനം. ഈ വാഹനം വരെ വിട്ടുകൊടുത്തു, ജീപ്പ് വരെ പോലീസ് വിട്ടുകൊടുത്തു. അത് അങ്ങനെയാണ് സാധാരണ നടപടികൾ ഉണ്ടായാലും. നമ്മളൊരു കത്തിയായാലും എന്തായുധമായാലും ആയുധം തൊണ്ടി മുതൽ അത് കോടതിയിൽ ഹാജരാക്കുന്ന സാധനം ഈ വണ്ടി വരെ പോലീസ് വിട്ടു. വണ്ടി അവർ ഉപയോഗിക്കുന്നുണ്ട്. വണ്ടി അവർ ഉപയോഗിക്കുന്നുണ്ട്.
വണ്ടി വിട്ടുകൊടുത്ത് വണ്ടി പിന്നെ അവർ കൊണ്ടുപോയിട്ടുണ്ട്. ഇനിയിപ്പം ആ കമ്പനിയിലാണെന്ന് അറിയില്ല, വണ്ടി വരെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അത് എന്ന് പറഞ്ഞാൽ വലിയൊരു വീഴ്ചയാണ്. നവാസിന്റെ ഉമ്മയ്ക്കുമുണ്ട് ഒരുപാട് സംശയങ്ങളും പരാതികളും. പിന്നെ ഒരു പറയുന്ന ഭാര്യൻ്റെ ഒരു മൊഴിയും കിട്ടിയിട്ടില്ലാന്ന്. ഭാര്യയ്ക്ക് എന്തോ ഒരു പേടി പോലെയാണ് തോന്നുന്നത്, അയാളെ എന്തോ ഒരു ഭീഷണി പോലെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു. നവാസ് മരിച്ചതിനും കൂടുതൽ ഭാര്യയ്ക്ക് എന്തോ ഒരു ഭീഷണി പോലെ പേടിയുണ്ട് ആ ആൾക്കാരെന്ന്. എന്നാൽ കേസിൽ ദിവസങ്ങൾക്കുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ജീപ്പ് വിട്ടു നൽകിയത് കോടതി ഉത്തരവിനെ തുടർന്നാണെന്നാണ് വിശദീകരണം. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.